നിനക്കൊന്നും ഒരു 10 രൂപ എടുത്തു പോലും അവരെ സഹായിക്കാൻ പറ്റില്ലെന്നേ എനിക്കറിയാം. എന്നിട്ടും ഒരു വീമ്പ് പറച്ചില്. നീ ഇനി എത്ര ശ്രമിച്ചാലും പബ്ലിക്കിന്റെ മുമ്പിൽ നഷ്ടപ്പെട്ടു പോയ നിന്റെ അച്ഛന്റെ ഇമേജ് ഒന്നും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ഇരുത്തിക്കാടെന്ന് പറയുന്ന സ്ഥലത്താ രാജുവിന്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന. ഒരിക്കൽ ചെറിയച്ഛനോടൊപ്പം ആ വീട്ടിൽ ഞാൻ അന്വേഷിച്ചു പോയതാ. പക്ഷെ അപ്പോഴേക്കും അവര് വേറെ വീട്ടിലേക്ക് പോയി. രാജു എന്ന് എന്നെ അച്ഛനെ വിട്ടു പോയോ അന്ന് മുതൽ ഞങ്ങൾക്ക് ഈ കഷ്ടകാലം തുടങ്ങിയത്. രാജു ഇല്ലെങ്കിൽ എന്റെ മനസ്സ് തന്നെ തളർന്നു പോവും പല്ലവി. ഞാൻ ആലോചിക്കുന്നതേ, നിന്റെ അമ്മ വീടായ കോവിലകത്ത് ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ ഇല്ലേ? അതെല്ലാം നിന്റെ അമ്മയ്ക്കും നിനക്കും ഉള്ളതല്ലേ? അത് അമ്മ വഴിയുള്ള സ്വത്തായതുകൊണ്ട് അച്ഛനതില് താല്പര്യമില്ല. അച്ഛനത് സ്വീകരിക്കുകയില്ല. അച്ഛന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യില്ല പല്ലവി. അച്ഛനെ വിഷമിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അമ്മയും ഒരു പരിധിവരെ എന്നോട് പിണങ്ങിയാ പോയിരിക്കുന്ന. ഞാൻ അച്ഛൻ്റെ മുൻപിൽ വെച്ച് രാജുവിനെ അങ്ങനെ പറഞ്ഞത് അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അമ്മ ഇപ്പം എന്നെ വിളിക്കാറുമില്ല. സ്വപ്നം കാണാനാണെങ്കിൽ വീട്ടിലിരുന്നാ പോരെ, ഇവിടെ വന്ന് ഞങ്ങൾ എന്തിനാ മെനക്കെടുത്തുന്നേ? ജോലി ചെയ്യാൻ വന്നാ ജോലി ചെയ്യണം. അല്ലാതെ സ്വപ്നം കാണാനും വാചകം അടിക്കാനും ഉറക്കം തൂങ്ങാനും ആണെങ്കിലേ വേറെ സ്ഥലം നോക്കിക്കോണം. അതെ, നിങ്ങൾ ഇവിടുത്തെ മാനേജർ ആയിരിക്കും, പക്ഷെ മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാനും ഹൃതികയും എന്ത് ജോലി ഇവിടെ ചെയ്യാത്തെ? ചൂടാവുന്നൊക്കെ സൂക്ഷിച്ചു വേണം. നിങ്ങൾ ഞങ്ങളെപ്പോലൊരു ജോലിക്കാരി തന്നെയാ. നിന്റെയൊക്കെ അഹങ്കാരം ഉടനെ തീരും. ഉടനെ ഒരു മുട്ടം പണി വരുന്നുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞത്? അതൊക്കെ വഴിയെ പറയാം. ദീപു, അങ്ങോട്ട് നോക്കിയേ. തയ്യക്കാരി ഋതിക വലിയ സൂര്യമംഗലത്തെ തമ്പുരാട്ടിയാ. എന്നിട്ട് വരുന്നുണ്ടോ? അവൾ അനുഭവിക്കേണ്ടതൊക്കെ ഇപ്പൊ ഇവൾ അനുഭവിക്കുന്നു. കൂട്ടുനിന്ന ഞാനിപ്പോ ഇവളുടെ പട്ടി. കൂലിപ്പണിക്ക് പോയവരൊക്കെ ഇത്ര നേരത്തെ വരുമോ? കാറിൽ പറന്ന് നടന്നവള് ഇപ്പൊ റോഡിൽ കൂടെ നടന്നു വരുമ്പോ കിട്ടുന്നൊരു സുഖം അത് വേറെ തന്നെയല്ലേ? ഇവളോട് വർത്തമാനം പറയാതിരിക്കുന്നതാ നല്ലത്. ഇവിടെ നാവിന്ന് വരുന്ന വാക്ക് കേട്ട ഉറപ്പ് തോന്നും. നിക്കടി, പണ്ട് നിനക്ക് എന്റെ മുൻപിൽ 1000 നാവായിരുന്നല്ലോ. ഇപ്പൊ എന്തൊന്നും മിണ്ടാത്ത? ഞാൻ ചോദിക്കുന്നതിന് മറുപടി തന്നിട്ട് നീ ഇവിടുന്ന് പോയാ മതി. അല്ല, ഞാനത് ചോദിക്കട്ടെ, രാവിലെ കയറി വന്ന ആ ബെഗേഴ്സിനെ നീ എന്ത് കണ്ടിട്ടാ വാക്കുകൊടുത്തെ? അവരെ എവിടുന്നിട്ട് സഹായിക്കാനാ? നിന്റെ അച്ഛൻ സമ്പാദിച്ച മുതല് വല്ലതും ഇവിടുത്തെ സ്റ്റോർ റൂമിൽ ഇരിപ്പുണ്ടോ? ഉണ്ടോന്ന്? ഞാൻ വല്ലാതെ തോറ്റു നിൽക്ക. അതുകൊണ്ട് വീണ്ടും നീ എന്നെ തളർത്തരുത്. മിണ്ടാതെ നിൽക്കുന്നത് നിന്നെ പേടിച്ചിട്ടാണെന്ന് നീ വിചാരിക്കരുത്. ഒരേ ഒരു റിക്വസ്റ്റ് എനിക്ക് നിന്നോടുള്ളൂ. നീ എന്തു പറഞ്ഞോ?
പക്ഷേ എൻ്റെ അച്ഛന് മാത്രം ഒന്നും പറയരുത്. അതെനിക്ക് സഹിക്കില്ല. സഹിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടി? എടി, എന്ത് ചെയ്യുമെന്ന്? നന്ദു വേണ്ട, നമുക്ക് അകത്ത് കയറി സംസാരിക്കാം. ദീപ് മിണ്ടരുത്. എന്നെ കൺട്രോൾ ചെയ്യാൻ മാത്രം ദീപ് വളർന്നിട്ടില്ല, മനസ്സിലായോ? ദേ, ഭീഷണിയൊന്നും ഇനി എന്നോട് വേണ്ട. കാര്യം എന്താന്ന് അറിയാലോ? നീ നിന്റെ അമ്മയും ഒരു മിനിറ്റിൽ 10 പ്രാവശ്യം വെച്ച് പറയുമായിരുന്നു, ഇതെന്റെ വീടാ, എന്റെ വീടാന്ന്. എന്നാ ഇതിപ്പോ അനന്തപിള്ളയുടെ മകൾ നന്ദന പിള്ളയുടെ വീടാ. അവള് പണ്ടത്തെ പോലെ കാരുണ്യം, പരോപകാരം, ചാരിറ്റി. അവള് തള്ളയ്ക്കുമോൾക്ക് വാക്ക് കൊടുത്തിരിക്കുന്നു, സഹായിക്കാന്ന്. എടി, നിനക്കൊന്നും ഒരു 10 രൂപ എടുത്തു പോലും അവരെ സഹായിക്കാൻ പറ്റില്ലെന്നേ എനിക്കറിയാം. എന്നിട്ട് ഒരു വീമ്പ് പറച്ചില്. നീ ഇനി എത്ര ശ്രമിച്ചാലും പബ്ലിക്കിന്റെ മുമ്പിൽ നഷ്ടപ്പെട്ടു പോയ നിന്റെ അച്ഛന്റെ ഇമേജ് ഒന്നും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. പ്രതാപവർമ്മേ, അതിന് 2ാം ജന്മം ജനിക്കണം. 2 പേരെ കൊന്ന കൊലപാതക നിന്റെ അച്ഛൻ. എന്താ മറന്നുപോയോ? ആക്സിഡന്റ് കേസ്. അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി നീ കയറി കുറ്റം ഏറ്റെടുത്ത് അറസ്റ്റ് വഹിച്ചെങ്കിലും കാർ ഓടിച്ചിരുന്നത് പ്രതാപവർമ്മയാണെന്ന് തെളിഞ്ഞല്ലോ. ആ കേസിന്റെ വിധി ഉടനെ വരും. നിന്റെ അച്ഛൻ കുറ്റവാളിയാ. അയാൾ ജയിലിലേക്കും പോവും. ജയിലില് എന്റെ അച്ഛൻ്റെ ഒപ്പം ഒരേ സെല്ലിൽ നിന്റെ അച്ഛനെ ഞാൻ കിടത്തും. അതെന്റെ പ്രതികാരമാ. നിനക്ക് നിന്റെ അച്ഛൻ ദൈവമാണെങ്കിലേ എനിക്കും അങ്ങനെ തന്നെയാ. മനസ്സിലായോടി? ഇത്രയും ഞാൻ പറഞ്ഞിട്ടും ഇവള് കരഞ്ഞില്ല. ഇവളെ ഞാൻ കരയിപ്പിക്കാം. ചെറിയമ്മ എല്ലാം കൂടി ഒറ്റയ്ക്കൊന്നും ചെയ്യണ്ട, ഞാനും കൂടി സഹായിക്കാം. വേണ്ട വേണ്ട, മോള് പോയി റെസ്റ്റ് എടുത്തേ. ഇതൊക്കെ ഞാൻ ചെയ്തോളാം, എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മോള് പകല് മുഴുവൻ ജോലിയെടുത്ത് കഷ്ടപ്പെട്ട് വന്നതല്ലേ, മോള് പോയി റെസ്റ്റ് എടുത്തോ. അതൊന്നുമില്ല, ചപ്പാത്തി ഞാൻ ഉണ്ടാക്കാം.